കൊച്ചിയിൽ നടുക്കി വീണ്ടും കൊലപാതകം. പള്ളുരുത്തിയിൽ കൊലക്കേസ് പ്രതിയെ കുത്തിക്കൊന്നു, പ്രതി പിടിയിൽ. വിവരങ്ങളുമായി എബി ചേരുന്നുണ്ട്. എബി, എന്താണ് ഇത്തരത്തിലൊരു കൊലപാതകം? അടിക്കടി ഉണ്ടാകുന്ന കൊലപാതകങ്ങൾ കൊച്ചിയിലെ ക്രമസമാധാന പാലനത്തിന്റെ ഒരു വീഴ്ചയാണോ? എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കൊലപാതകം? ഇത് ഗുണ്ട പകയാണോ? എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? ഇപ്പോൾ പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് പള്ളുരുത്തിയിലെ കൊലപാതകത്തിൽ 2 പേർ പോലീസിന്റെ പിടിയിലുണ്ട് എന്നുള്ളതാണ്. ഫിജാസ് ഒപ്പം തന്നെ ചോർ അച്ചു എന്ന് വിളിക്കപ്പെടുന്ന 2 പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പിടിയിലുള്ളത്. ഇതുവരെ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി തന്നെ പോലീസ് പിടികൂടുകയായിരുന്നു. ഈ കൊല്ലപ്പെട്ട ഫിജാസും ഒപ്പം തന്നെ കൊല്ലപ്പെട്ട ലാൽജുവും ഫിജാസും അവർ തമ്മിൽ പൂർവ്വ വൈരാഗ്യമുണ്ടായിരുന്നു. അതിന്റെ പുറത്തുണ്ടായ തർക്കത്തിന്റെ പേരിലാണ് ഇത്തരത്തിലുള്ള കൊലപാതകത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള ഏറ്റുമുട്ടലാണ് ഈ ഒരു കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസും വ്യക്തമാക്കുന്നത്. കൊലപാതകം ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ് ഈ ഏലൂർ സ്വദേശിയായിട്ടുള്ള ലാൽജു. ഇയാൾക്ക് 40 വയസ്സാണ് ഉള്ളത്. ഇന്നലെ വൈകിട്ട് 8:30 ഈ സംഭവം ഉണ്ടാകുന്നത്. പള്ളുരുത്തി കച്ചേരിപ്പടിയിൽ വെച്ചാണ് ഇത്തരത്തിലൊരു വാക്കേറ്റം ഉണ്ടാവുകയും ഈ കൊലപാതകത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത്. ഈ ലാൽജുവും ഒപ്പം ഉണ്ടായിരുന്ന ജോജി എന്ന് പറയുന്ന 2 പേർക്കാണ് ഇന്നലെ കുത്തേറ്റത്. അവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ലാൽജുവിന്റെ മരണം ആ സമയത്തേക്ക് തന്നെ സംഭവിച്ചിരുന്നു. ഇപ്പോൾ ജോജി ഗുരുതരാവസ്ഥയിൽ തന്നെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് അന്വേഷിച്ചു വരികയാണ്. എന്തായാലും 2 പേരെ ഈ സംഭവത്തിന് ശേഷം ഈ ഫിജാസും ഒപ്പം തന്നെ ഈ അച്ചുവും ഒളിവിൽ പോയിരുന്നു. ഇവരുടെ ബന്ധുവീട്ടിൽ നിന്നുമാണ് പോലീസ് ഇവരെ പിടികൂടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മുൻവൈരാഗ്യം ഉണ്ട്. 2021 നടന്നിട്ടുള്ള ഒരു കൊലപാതകത്തിലെ 2ാം പ്രതിയാണ് ഈ കൊല്ലപ്പെട്ടിട്ടുള്ള ലാൽജു എന്ന് പറയുന്നയാൾ. അതിലുണ്ടായിട്ടുള്ള വൈരാഗ്യം ഒപ്പം തന്നെ ലഹരി മാഫിയ ഉൾപ്പെടെയുള്ള സംഘങ്ങളുടെ ഇടപെടൽ ഒക്കെ തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന്റെ പരിധിയിലാണ്. വിദ്യ. ശരി എബി, വീണ്ടും കൊച്ചിയിൽ നടുക്കിയൊരു കൊലപാതകം കൂടി ഉണ്ടായിരിക്കുന്നു. പള്ളുരുത്തിയിൽ കൊലക്കേസ് പ്രതിയെയാണ് കുത്തിക്കൊന്നത്. പ്രതി പിടിയിലായിട്ടുണ്ട്. മറ്റ് 2 പ്രതികൾ കൂടി കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ട്. വിവരങ്ങളുമായി ചേർന്നത് എബി ജോൺ തോമസ് ആണ്.